ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ സാധാരണ പാൽ ചായ കുടിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് ഞാനൊന്ന് കട്ടൻ ചായ ആക്കി. മറ്റൊന്നുമല്ല, പാലുണ്ടായിരുന്നത് കേടായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചപ്പാത്തിയും കുറച്ച് പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവെല്ലാം റെഡിയാക്കി വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള കറിയെല്ലാം സെറ്റാക്കി എടുത്തു. സവാള റോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ കറിയെല്ലാം റെഡിയാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സവാള അരിയുക എന്നുള്ളത്. കണ്ണ് നീറൊന്നും ഒഴിച്ചാൽ എനിക്ക് സവാള അരിയാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ സവാള അരിഞ്ഞത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കുക്കറിലേക്ക് തന്നെ പെട്ടെന്ന് വഴറ്റാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കിന് എന്തെങ്കിലും തോരൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലേക്ക് തപ്പിയപ്പോഴാണ് കേട്ടോ ഈ ഒരു പയർ വാടാറായിരിക്കുന്നത് കണ്ടത്. എങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്കിന് ഏകദേശം പയർ തോരനും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഉച്ചക്കത്തേക്കിനുള്ള പയറൊക്കെ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഉമ്മച്ചി മീൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി മീൻ വെട്ടാനായിട്ട് മാറിയിരുന്നു. രാവിലത്തെ ഭക്ഷണം ഇവിടെ ഒരാൾ കഴിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോഴാണ് അവന് പാനിപ്പൂരി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിക്കാനുള്ള സമയം കിട്ടിയത്. അത് തന്നെ പെട്ടെന്ന് തനിയെല്ലാം എടുത്ത് വെച്ച് കഴിച്ചോളൂ കേട്ടോ. നമ്മളതിൻ്റെ പുറകെ പാനിപ്പൂരി ആണെങ്കിൽ തനിയെ എടുത്ത് വെച്ച് കഴിക്കും. അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഉച്ചക്കലത്തേക്കിന് മീൻ കിട്ടിയത് ചെറുമത്തിയാണ്. അപ്പോൾ ചെറുമത്തി പീര പറ്റിക്കുന്നൊരു പരിപാടി മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ചെറുമത്തി അങ്ങനെ കറി വെക്കാറില്ല കേട്ടോ. അപ്പോൾ പീര പറ്റിക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടണമായിരുന്നു. അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടി തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചിരണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പീര പറ്റിക്കാനുള്ള ആ ഒരു തേങ്ങയിലേക്ക് ഞാൻ പുളിയും മുളകും ചെറുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒന്നിച്ചിട്ടേക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചതച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തതേ ഉള്ളൂ. ചെറുള്ളി ഇച്ചിരി ഏറെ ഇടുമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ പീര പറ്റിക്കുമ്പോൾ വരത്തുള്ളൂ കേട്ടോ. പണ്ട് എനിക്ക് മത്തി പീര പറ്റിച്ചൊന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മത്തി പീര പറ്റിച്ചും രസവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും മത്തിയെല്ലാം സെറ്റാക്കി ഉമ്മിച്ച് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകി മാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അരപ്പ് ചട്ടിയിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ മത്തിയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് വെള്ളം, ഇവിടെ കല്ലുപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി. അതൊരു പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചേക്കും. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ ഉപ്പുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പ് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും കേട്ടോ. കാരണം പൊടിയുപ്പ് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉപ്പുവെള്ളത്തിലോട്ട് മാറുമ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പാവോ കൂടുമോ കുറേ എന്നുള്ള ടെൻഷൻ കാണും കേട്ടോ. രണ്ടടുപ്പിലായിട്ട് തോരനും ഞാൻ മീൻ പീര പറ്റിക്കാനുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് താമസം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കണ്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് കുറച്ച് നേരം പോയിരുന്നേ. കുഞ്ഞു ബേബിക്ക് ഞാൻ അവിടെ വന്നിരിക്കണം. അവൾ എന്തെങ്കിലും ചെയ്യുന്നിടത്ത് അവളുടെ അടുത്ത് വന്നിരിക്കുന്ന അവൾക്ക് ഇച്ചിരി നിർബന്ധമുള്ള കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉമ്മച്ചി പറയുന്നത് നമ്മൾ കുറച്ച് രസവും കൂടെ നമുക്ക് വെക്കാവുന്ന. അങ്ങനെ എന്തായാലും മീൻ പീര പറ്റിച്ചുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ രസവും കൂടെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രസത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം റെഡിയാക്കി എടുത്തേ. രസം വെക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ ഉലുവ, പിന്നെ കുറച്ച് നല്ല ജീരകം, ഇത് ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് തളിച്ചിട്ട് ഈ ഒരു അരച്ചെടുത്ത മിക്സ് അതിലേക്ക് നന്നായിട്ട് വഴറ്റെടുക്കണം. ഒരു നല്ല മണം വരുമ്പം അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യണം കേട്ടോ. തക്കാളി ഞാൻ ഇച്ചിരി ഏറെ ആഡ് ചെയ്യും നമ്മുടെ ഈ ഒരു രസത്തിന്. എങ്കിലേ ഒരു പ്രത്യേക മണം ഒരു ടേസ്റ്റും വരത്തുള്ളൂ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ രസമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്കിനി പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ ക്ലോസ് ആവട്ടോ. ഞാൻ ഈ എടുക്കുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് കാണും, ഒരുപാട് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ അതൊക്കെ സഹകരിക്കുക. പോകെയുള്ള ഓരോ വീഡിയോസിലും നമുക്ക് ഓരോന്നും ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ നമ്മുടെ രസത്തിനുള്ള കൂട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാണ്. അപ്പോൾ അത്യാവശ്യം എൻ്റെ അടുക്കളപ്പണിയെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റാ.